ശ്യാമേ, ഇറങ്ങിയോ നിങ്ങള്? ആ, ഇറങ്ങിയെടുത്തി. മോളുടെ മനസ്സിൽ ഉറച്ച തീരുമാനമോ. പക്ഷേ എനിക്കിപ്പോഴും അതിനോട് പൊരുത്തപ്പെടാൻ പറ്റിയിട്ടില്ല. എല്ലാം തൽക്കാലത്തേക്കാന്ന് കരുതിയാ മതി. ഐശ്വര്യയുടെ ശല്യം ഒന്ന് തീരട്ടെ, എന്നിട്ട് നമുക്ക് രാധികയോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. അങ്ങനൊരു പ്രതീക്ഷ എനിക്കുമുണ്ട്. പക്ഷേ രാധിക മോളായതുകൊണ്ട് എനിക്കൊരു പേടിയാ. എല്ലാം ശരിയാകും ശ്യാമേ. ആ, പിന്നെ വരുണിവിടെ വന്നിരുന്നു. എന്നോട് അല്പം ബഹളം വെക്കുകയും ചെയ്തു. വരുൺ എപ്പോ വേണമെങ്കിലും ഏതെങ്കിലും വഴിക്ക് നിങ്ങൾ തിരഞ്ഞെത്താൻ സാധ്യതയുണ്ട്. ഒരു തരത്തിൽ ആ കാര്യത്തിൽ നിന്ന് ഓടി ഒളിക്കാനാ രാധിക മോള് ശ്രമിക്കുന്നത്. ആ വിഷയത്തിൽ നമുക്കൊന്നും ചെയ്യാനും പറ്റുന്നില്ലല്ലോ അടുത്തി. എപ്പോഴാ നിങ്ങൾ അങ്ങോട്ടേക്ക് എത്താ? കുറച്ച് സമയം കൂടി എടുക്കും. ആശ്രമത്തിൽ ഞാൻ എല്ലാം വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. തൽക്കാലം അവരുടെ മുൻപിൽ ഫിദായിട്ടിരുന്നാ മതി. ശ്യാമയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാ പാവ സ്വാമിമാരല്ലേ, അഭിനയിച്ച് വെളുപ്പിക്കാനൊന്നും ചിലപ്പം പറ്റിയെന്ന് വരില്ല. ശരി അടുത്തി. ഹലോ മുത്തശ്ശി. എടി, നീ നിന്റെ അച്ഛനോട് സംസാരിച്ചതേ എന്തോ വലിയ കൊലക്കുറ്റം ചെയ്ത പോലെ പറഞ്ഞു നടക്കുക നിന്റെ അമ്മ. കുടുംബത്തിനെ ചതിച്ചവളെ കുറിച്ച് ഒരു വാക്കുപോലും നിന്റെ അമ്മയുടെ നാവിൽ നിന്ന് വരുന്നില്ല. എനിക്കറിയാം മുത്തശ്ശി, അമ്മയും അച്ഛനും ഒക്കെ അങ്ങനെ തന്നെ പെരുമാറും. ആ, അതൊരു വശത്ത് കിടക്കട്ടെ. എടി, കണിമംഗലത്തെ അവസ്ഥ എന്താ? ഇവിടെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. കുഴപ്പമുണ്ട്. രാധിക പുറപ്പെട്ടു പോയെങ്കിലുവേ വരുൺ ഇപ്പോഴും അവളെ തേടി നടക്കുക. എന്തെങ്കിലും കാരണവശാൽ വരുൺ അവളെ കണ്ടെത്തിയ പിന്നെ അവര് തമ്മിൽ വേർപിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് വരുണിനെ നീ നിന്റെ നിയന്ത്രണത്തിൽ നിർത്തണം. മുത്തശ്ശി, വരുൺ എവിടാണെന്ന് പോലും എനിക്ക് അറിയത്തില്ല. ഫോൺ ചെയ്ത് ചോദിക്കണം. മറുപടി എന്തായിരിക്കും എന്ന് മുത്തശ്ശിക്ക് അറിഞ്ഞൂടെ? ഇനി എന്നെ കൊണ്ടൊന്നും നടക്കുമെന്നൊന്നും തോന്നുന്നില്ല. എടി, ഇത്രയും കാലം നമ്മൾ ജയിച്ചു നിന്നില്ലേ? വരുണിന് അവളോട് ഇഷ്ടമാണെന്ന് അറിഞ്ഞിട്ടും, അവള് രഹസ്യമായിട്ട് അവനെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടും നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയില്ലേ? ഇനിയും അത് തന്നെ വേണം. പിന്നെ നീ വിളിച്ചിട്ട് വരുൺ വരുന്നില്ലെങ്കിൽ പത്മിനിയെ കൊണ്ട് വിളിപ്പിക്കണം. അവർക്ക് നിന്റെ അവസ്ഥയിൽ എത്രമാത്രം സങ്കടം തോന്നിയോ അത്രയ്ക്കാണ് നിന്റെ ജയം. മനസ്സിലായോടി? അച്ഛനും അമ്മയും ചെറിയമ്മയും ചെറിയച്ഛനൊന്നും പ്രശ്നമില്ല. മുത്തശ്ശിയായ ഏറ്റവും വലിയ കുഴപ്പം. അവരായതിനൊക്കെ കൊട പിടിച്ചു കൊടുക്കുന്നത്. നിന്റെ സ്ഥാനത്ത് ഞാനെങ്ങാനും ആയിരുന്നെങ്കിലേ അവളെ ഉണ്ടല്ലോ ജയഭാരതിയെ ഇപ്പൊ കൊന്നിട്ടുണ്ടാവുമായിരുന്നു. കുടുംബത്തിന് പാരമ്പര്യം ഉണ്ടെന്ന് പറഞ്ഞ് കെട്ടിലമ്മ ചമഞ്ഞ് നടന്നാ പോരാ, അതിന്റെ ഗുണം കാണിക്കണം. വരട്ടെ, എന്നെങ്കിലും ഒരു ദിവസം അവരെന്റെ കയ്യിൽ കിട്ടും. അന്ന് ഞാൻ അവർക്കുള്ളത് കൊടുത്തോളാം.
ആശ്രമത്തിലേക്ക് എന്തിനാ പോയത്? മോളെ, ഇഷ്ടപ്പെട്ടോ ഈ സ്ഥലം? ഓ, ഇങ്ങോട്ട് കടന്നു വന്നപ്പോ തന്നെ മനസ്സിന് എന്തോ വല്ലാത്ത സമാധാനം പോലെ. ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മ വേണം. താൽക്കാലികമാണ്. മനസ്സിനെതിരായുള്ള തീരുമാനങ്ങളൊന്നും ഒരിക്കലും എടുക്കരുത്.